മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളും നോക്കിയിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കനലൊതുങ്ങണം, ഇനി സ്നേഹം നിറയും. നിങ്ങൾ ഓരോരുത്തർക്കും വളരെ ഊഷ്മളമായ സ്വാഗതം. 3.5 പതിറ്റാണ്ടിലേറെയായി ഒരു നാടിൻ്റെ കലാ കായിക സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലയിൽ വഴിവിളക്കായ ഈ അവിശ്വസനീയമായ സംഘടനയുടെ യാത്രയെ അനുസ്മരിക്കാൻ ഞങ്ങളിവിടെ ഒത്തുചേരുമ്പോൾ ഇന്ന് അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിമിഷമാണ്. 1989 മെയ് 31 നമ്മുടെ ക്ലബ്ബ് സൊസൈറ്റി ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം രൂപീകൃതമായി രജിസ്റ്റർ ചെയ്യുന്നത്. ഒരു സംഘടനയ്ക്ക് തുടക്കത്തിൽ തന്നെ എന്ത് പേരിടുമെന്നത് പലരെയും അലട്ടുന്നൊരു കാര്യമാണ്. എന്നാൽ ക്ലബ്ബ് സ്ഥാപിച്ച ഞങ്ങളുടെ മുൻഗാമികൾ ഫാൽക്കൺ എന്ന ലോകത്തെ ഏറ്റവും ഉയരത്തിലും വേഗതയിലും പറക്കുന്ന ഒരു പക്ഷിയുടെ പേരാണ് ഞങ്ങൾക്ക് വേണ്ടി കണ്ടെത്തിയത്. നമുക്കറിയാം, പക്ഷികൾ പറക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ പക്ഷികൾ എന്നും ഒരേ വേഗതയിലും ഒരേ രീതിയിലും അല്ല പറക്കാറ്. ഇടയ്ക്ക് വെച്ച് അവരൊന്ന് താഴും, എന്നിട്ട് വീണ്ടും പറന്നു പൊങ്ങി വരും. അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഫാൽക്കൺ ക്ലബ്ബ്. ഏത് ക്ലബിനും സംഭവിക്കുന്നത് പോലെ തന്നെ ഉയർച്ചയോടൊപ്പം തന്നെ പല രീതിയിലുള്ള താഴ്ചകളും നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഏത് മോശം അവസ്ഥയിലും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാൻ എന്നും നമ്മുടെ ക്ലബിന് സാധിച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് ഈ ഒരു വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി കാണാൻ സാധിക്കുന്നത്. എണ്ണിയാലൊടുങ്ങാത്ത സംഘടനകളും ക്ലബ്ബുകളും നാട്ടിൽ തുടങ്ങാറുണ്ട്. എന്നാൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് 35 വർഷങ്ങൾ പിന്നിടുക എന്നത് വളരെ ചുരുക്കം ചില ക്ലബ്ബുകൾക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അതിന് ഞങ്ങളെ സഹായിച്ചത് ക്ലബിന്റെ സ്ഥാപകർ ഞങ്ങൾക്ക് കാണിച്ചു തന്ന ലക്ഷ്യവും മാർഗവും തന്നെയാണ്. കൂട്ടിക്കൊണ്ട് ജാതിയുടെയോ രാഷ്ട്രീയത്തിന്റെയോ മതത്തിന്റെയോ നിറത്തിന്റെയോ അടിസ്ഥാനത്തിൽ യാതൊരു വേർതിരിവും കൂടാതെ നാടിന്റെ ഐക്യാന്തരീക്ഷം പരിപോഷിപ്പിക്കുക, സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ളവരെ കണ്ടെത്തിക്കൊണ്ട് അവരെ ശാക്തീകരിക്കുക, പരസ്പര ബഹുമാനത്തിലും സഹകരണത്തിലും ജീവിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോട് സ്ഥാപിക്കപ്പെട്ട ഈ ക്ലബിന്റെ അടിത്തറയിൽ ഞങ്ങൾ വളരെയധികം അഭിമാനിക്കുന്നു. കലാ കായിക സാംസ്കാരിക പരിപാടികൾ എന്നിവയിലൂടെ ഞങ്ങൾ ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരിക മാത്രമല്ല, നമ്മുടെ നാടിന്റെ മാറ്റത്തിനും ഉന്നമനത്തിനും പ്രചോദനം നൽകുകയും ചെയ്യുന്നു. കഴിഞ്ഞ 35 വർഷങ്ങളിൽ നിങ്ങൾ ഈ നാടിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാൻ ഒരുപാടുണ്ട്. ക്ലബ്ബ് എന്നാൽ കേവലം ട്രോഫികളോ കായിക ടൂർണമെന്റുകളോ മാത്രമാണ് ഞങ്ങൾ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. നമ്മുടെ മനോഹരമായി അലങ്കരിച്ച ക്ലബിന്റെ ഷെൽഫുകളിൽ വിശ്രമിക്കുന്ന ട്രോഫികൾ കാണിച്ചുകൊണ്ട് കണ്ടോ, ഇതാണ് ഫാൽക്കൺ ക്ലബിന്റെ സംഭാവന എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 1990കളിൽ ഇന്ത്യയിൽ നടന്ന വിവിധ സംഭവങ്ങളുടെ ഭാഗമായി നമ്മുടെ ജില്ലയിലും അതിന്റെ കോലാഹലങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് കമ്പാർ നാട്ടിൽ മാത്രം ഹിന്ദുവും മുസൽമാനും തോളോട് തോളിട്ട് കൈ ഒന്നിച്ച് നടന്നെങ്കിൽ ആ കൂട്ടായ്മയുടെ ഒരുമയുടെ പേരാണ് ഫാൽക്കൺ. നാട് മുഴുവൻ ലഹരിയിൽ അഭിരമിക്കുന്ന യുവതലമുറയെ പറ്റി ആളുകൾ ആകുലപ്പെടുമ്പോൾ ലഹരിക്കെതിരെ പോരാടാൻ, ലഹരിയിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മുടെ കുട്ടികൾക്ക് വഴികാട്ടുന്ന പേരാണ് ഫാൽക്കൺ എന്നുള്ളത്. ലഹരിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ചെറിയൊരു കാര്യം, എറണാകുളത്ത് ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൽ ഈ അടുത്ത മാസം ഒരു കുട്ടിയുടെ രക്ഷിതാവ് വന്ന് കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പറയുകയുണ്ടായി, കഴിഞ്ഞ 1 വർഷമായി എൻ്റെ കുട്ടിയുടെ സ്വഭാവത്തിൽ കാര്യമായ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നത്, രാത്രിയിൽ വീട്ടിലേക്ക് വരുന്നതൊക്കെ വൈകിയിട്ടാണ്. ഞങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ ഞങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെടുന്ന രീതിയിലാണ് അവൻ സംസാരിക്കുന്നത്. അവരുടേതായ രീതിയിൽ അന്വേഷിച്ചപ്പോൾ എൻ്റെ മുന്നിൽ വന്ന് കരുന്ന സമയത്ത് ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് പറയുകയുണ്ടായി, ഞങ്ങളുടെ നാട്ടിലും ഒരു ക്ലബ്ബുണ്ട്, ഞങ്ങൾക്കും ഇതുപോലെ ആൾക്കാർ പല രീതിയിലുള്ള പ്രലോഭനങ്ങളും ലഹരിയുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നു. അടുത്തതായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട കാസർഗോഡ് MLA എന്നെ നെല്ലിക്കുന്നതിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ പ്രദേശത്ത്, കമ്പാർ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഫാൽക്കൺ ആർട്സ് സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ക്ലബ്ബ് 35 വർഷം പിന്നിടുന്നു എന്നതാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്ലബ്ബുകൾ, സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നും ഇപ്പോൾ ഒരുപാട്
സംഘടനകൾ ഇപ്പോഴും ജനിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. കൾച്ചറൽ ക്ലബിനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നത് തെളിയിക്കുന്നത് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പിന്തുണയും അതുപോലെ തന്നെ പങ്കെടുക്കുകയുള്ളൂ. പക്ഷെ ഇവിടെ മുതിർന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ സമൂഹത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുമൊക്കെ പല നിലയിലും ബഹുമാനിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങൾ സദസ്സിലും അതുപോലെ തന്നെ വേദിയിലുമൊക്കെ ഉണ്ട്. അപ്പോൾ സാധാരണ ക്ലബ്ബുകളെ ഇത്തരം മുതിർന്ന ആളുകൾ പിന്തുണക്കാൻ മുന്നോട്ട് വരാത്തത് എന്തുകൊണ്ടാണ്? സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ക്ലബിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ആളുകളും ഇതിനെ പിന്തുണക്കാൻ മുന്നോട്ട്. രോഗം വന്നാൽ ചികിത്സിക്കാൻ കഴിയാത്ത ആളുകൾ, അവരുടെയൊക്കെ താങ്ങാണ് ഈ സ്ഥാപനം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു ക്ലബ്ബ് ആകേണ്ടത് അതാണ്. കാരണം ക്ലബ്ബ് എന്ന് പറയുമ്പോൾ ചെറുപ്പക്കാർ നേതൃത്വം നൽകുന്ന ഒരു സംവിധാനമാണ്. ചെറുപ്പക്കാർക്ക് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് ഈ സംഘടന ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനിയും ഇതുപോലെയുള്ള നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ 35 വർഷം എന്ന് പറയുമ്പോൾ ഈ സംഘടന രൂപീകരിക്കുമ്പോൾ അന്നത്തെ ആളുകൾക്ക് 20 വയസ്സ് പ്രായമുണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ അവർ 55, 60 കടന്നിട്ടുണ്ടാവും. അത്തരം പൂർവികർ കെട്ടിപ്പടുത്തതാണ് ഈ സംവിധാനം എന്നത്, ഈ ക്ലബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെയൊക്കെ പ്രാർത്ഥന നമുക്കുണ്ടാകും. അതുകൊണ്ട് സധൈര്യം മുന്നേറി ഈ നാടിന് വെളിച്ചമേകുന്ന വലിയ ജനറേറ്ററായി പ്രശോഭിക്കാൻ ഈ ക്ലബിന്, ഫാൽക്കൺ ആർട്സ് സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ക്ലബിന് സാധിക്കട്ടെ. ഇനിയും നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ 35ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. 35 വർഷം മുമ്പ് ആരംഭിച്ച ഒരു ക്ലബ്ബ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ ക്ലബ്ബ് 2 ക്ലബ്ബാണ് അന്നുണ്ടായിരുന്നത്. മിറാക്കിൾ ക്ലബ്ബ് ആദ്യം തുടങ്ങി. എന്താണ് ഇവിടെ ഉണ്ടായത് എന്ന് നേരത്തെ എന്നെ നെല്ലിക്കുന്ന MLA ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കുണ്ടായ നേട്ടം എന്താണെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ, ഞാനൊക്കെ അപ്പുറത്തെ ക്ലബ്ബിലുണ്ടായിരുന്ന ആളാണ്. ആ കാലത്ത് 35 വർഷം മുമ്പ് ഞങ്ങൾ അവിടെ ഒരു ക്ലബ്ബ് തുടങ്ങുമ്പോൾ ഇവിടെ ക്ലബ്ബ് തുടങ്ങി. പക്ഷെ ആ നേട്ടം കൊണ്ട് നാട്ടിലുണ്ടായ നേട്ടം എന്ന് പറയുന്നത്, നേരത്തെ സ്വാഗത പ്രസംഗിനെ ഇവിടെ പറഞ്ഞതുപോലെ, നാട്ടിലുണ്ടാകുന്ന അരാജകത്വത്തിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ ഇവിടുത്തെ യുവതലമുറയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ക്ലബിന് സാധിച്ചു എന്നുള്ളതാണ്. ഇവിടെ നാട്ടിൽ ഐക്യം, എല്ലാ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരെയും സഹോദരന്മാരെ പോലെ കണ്ട്, പെങ്ങന്മാരെ പോലെ കണ്ട്, സഹോദരിമാരെ പോലെ കണ്ട് എല്ലാവരെയും സ്നേഹിക്കാനും നമ്മൾ അതുപോലെ നമ്മുടെ തലമുറകൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാനും ഇത്തരം യുവ സംഘടനകൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാന ഘടകം. നേരത്തെ MLA സൂചിപ്പിച്ചതുപോലെ പല ക്ലബ്ബുകളും സാംസ്കാരിക മേഖലയിലും അവർക്ക് അഭിവൃദ്ധി ഉണ്ടാക്കുക എന്നാണ്. അക്കാര്യത്തിൽ ഫാൽക്കോൺ കഴിഞ്ഞ 35 കൊല്ലക്കാലമായി നന്നായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് 35 വർഷമായി നിലനിന്നു എന്നത്. പലതും അകാലത്തിൽ തന്നെ അങ്ങനെ പോയിട്ടുണ്ട്. തുടങ്ങും, ഒരു പെട്ടെന്നൊക്കെ പോകും. ഇതങ്ങനെയല്ല. ഇത് തലമുറ ഈ 35 കൊല്ലം കൊണ്ട് നിരവധി ഭാരവാഹികൾ മാറി. ഇനിയും അത് വളരെ കാലം നിലനിൽക്കുകയും നമ്മുടെ നാട്ടിൽ ഏത് സന്നിഗ്ധ ഘട്ടത്തിലും ജനങ്ങളുടെ രക്ഷയ്ക്ക് ഓടിയെത്തുന്ന ഒരു സംഘമായി ഇത് മാറുകയും ചെയ്യും. ഇപ്പോൾ വയനാട് ദുരന്തമുണ്ടായപ്പോൾ അവിടുത്തെ വയനാട്ടുകാർ മാത്രമല്ല, നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അവിടുത്തെ ആളുകൾ ഒഴുകിയെത്തി. കോവിഡ് കാലത്ത് സന്നദ്ധ പ്രവർത്തനം നടത്തിയത് ഏതെങ്കിലും ഒരു സ്ഥലത്തെ ചെറുപ്പക്കാർ മാത്രമല്ല, സകല ക്ലബിൻ്റെയും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനയും പ്രവർത്തനം, ആണും പെണ്ണും എല്ലാവരും ഇറങ്ങി ജീവകാരുണ്യ പ്രവർത്തനം ഏർപ്പെട്ടു. ഇന്ന് ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഏറ്റവും മാതൃകാപരമായൊരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. എല്ലാ രംഗത്തും മാതൃക കാണിച്ച കേരള സംസ്ഥാനം നമ്മുടെ സന്നദ്ധ പ്രവർത്തനത്തിനും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മൾ പലപ്പോഴും അതിൻ്റെ ഒരു ഇൻഡെക്സ് ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ വന്നാൽ നമ്മൾ നമ്പർ 1 ആണ്. മറ്റ് പല സംസ്ഥാനങ്ങളിലും അവർക്ക് അതിന് നേരമില്ല. അവരെല്ലാം കഷ്ടപ്പെട്ട് ജീവിതത്തിൻ്റെ പ്രാരബ്ധം കൊണ്ട് തകർന്നു നിൽക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. നമ്മൾ പൊതുവേ എല്ലാ രംഗത്തും മുന്നേറി. വിദ്യാഭ്യാസത്തിൽ നമ്പർ 1 ആയി, സാംസ്കാരിക മേഖലയിൽ നമ്മൾ നമ്പർ 1 ആയി. എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നു. ജാതിയും മതവും നമുക്കൊരു തടസ്സമായി നിൽക്കുന്നില്ല. ആ നിലയിൽ നമുക്ക് വലിയൊരു യോജിപ്പുള്ള ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ് കേരളത്തിലെ ജനങ്ങൾ. പ്രത്യേകിച്ച് നമ്മുടെ കാസർഗോഡ്. നമ്മൾ എത്രയോ സന്നിഗ്ധ ഘട്ടങ്ങളിൽ അതിനെ തരണം ചെയ്ത് നമുക്ക് യോജിച്ച് നിന്ന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കമ്പാറിന് ഒരു പ്രത്യേകതയുണ്ട്. കമ്പാറിന് ആ പ്രത്യേകത നിങ്ങൾ എന്നും ഒന്നും കാത്തു സൂക്ഷിക്കുക. കമ്പാർ നാടിൻ്റെ സാംസ്കാരിക സാമൂഹിക മേഖലയിൽ മതനിരപേക്ഷതയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല ഒരു മാതൃക കാണിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. ഈ ഫാൽക്കോൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇതിന്റെ തന്നെ മക്കളും നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം.
മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊതുങ്ങണം. ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊതുങ്ങണം. ഇനി സ്നേഹം നിറയും മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. സാമൂഹ്യ മേഖലയിൽ തന്റേതായ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊതുങ്ങണം. ഇനി സ്നേഹം നിറയും. $550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും
Kerala and Karnataka, the glow of purity. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service.